ഇന്ന് നമുക്ക് കൊച്ചി സ്റ്റൈലിലുള്ളൊരു മീൻകറി തയ്യാറാക്കാം. പൂമീൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മീൻകറി തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കി എടുക്കണേ നമുക്ക് നോക്കാം. ഈ കറി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ 1/2 കിലോ പൂമീൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി ക്ലീനാക്കി കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2.5 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ മുളക് പൊടിക്ക് അത്യാവശ്യം കളർ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വേറെ കാശ്മീരി ചില്ലി ഒന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി മിക്സ് ആക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് പരുവത്തിൽ നമുക്കിത് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇങ്ങനെ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എണ്ണയിലിട്ടത് വഴറ്റുമ്പോൾ കരിഞ്ഞു പോവില്ല, മസാല ഒന്നും പെട്ടെന്ന് കരിഞ്ഞു പോവില്ല. അതുപോലെ തന്നെ കറിക്ക് നല്ലൊരു കൊഴുപ്പ് ഉണ്ടാവും. ഈ മീൻകറി നമ്മൾ കുടംപുളി ഇട്ടാണ് കറി വയ്ക്കുന്നത്. നല്ല കഴമ്പുള്ള മീനായതുകൊണ്ട് തന്നെ കുടംപുളി ഇട്ട് കറി വയ്ക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പോൾ അതിനായിട്ട് ഒരു 6 കഷ്ണം കുടംപുളി കഴുകി നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്താനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ വെളുത്തുള്ളി ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഞങ്ങളിവിടെ കറി വയ്ക്കുമ്പോൾ സാധാരണ വെളുത്തുള്ളി അധികം ചേർക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇപ്പോൾ നമ്മൾ ചേർത്ത കൂട്ടൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു പേസ്റ്റ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ചേർത്ത ഒരു പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ട് എണ്ണ തിരിഞ്ഞ് വരണം. ആ രീതിയിലാവുന്നത് വരെ ഇത് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചേർത്ത പേസ്റ്റൊക്കെ നന്നായിട്ട് വഴണ്ട് എണ്ണയൊക്കെ തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളിയും വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു വെള്ളം വറ്റുന്നത് വരെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം നമ്മൾ ചേർത്ത കുടംപുള്ളി വെള്ളവും വറ്റിയിട്ട് നന്നായിട്ട് എണ്ണ തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പാല് എടുത്തിട്ടുണ്ട്. ആദ്യത്തെ പാല് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് തിളക്കാനായിട്ട് അനുവദിക്കാം. അപ്പോൾ തിളക്കുന്ന സമയത്ത് ഇത് അടച്ച് വെക്കരുത്. അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് തന്നെ വേണം ഇത് തിളപ്പിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ മീൻകറിയുടെ കൂട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റും കൂടി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കണം. ആ ഉപ്പും പുളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഇറങ്ങിയതിന് ശേഷം വേണം നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ കറി വയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്ന മീൻ നല്ല കഴമ്പുള്ള മീനാണ്. അതുപോലെ നല്ല നെയ്യുള്ള മീനായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഇത് കറി വെച്ചാലും നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ. ഇപ്പോൾ മീൻ കഷ്ണങ്ങൾ ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ അടച്ച് വെച്ചാൽ മതി. ഫുള്ളായിട്ട് അടച്ച് വെച്ചാൽ ഇത് വീണ്ടും പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ തേങ്ങാപ്പാൽ വെച്ചിട്ടാണല്ലോ ഈ ഒരു കറി വയ്ക്കുന്നത്. അപ്പോൾ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ പിരിഞ്ഞൊന്നും പോവില്ല. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ഇടവിട്ടിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കണം. കയ്യിൽ വെച്ചിട്ട് അധികം ഇളക്കണ്ട. കയ്യിൽ വെച്ചിട്ട് ഇളക്കിയാൽ മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോവും. ഇപ്പോൾ മീൻകറി അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരു തലപ്പാൽ ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 1/4 കപ്പോളം ഉണ്ടാവുള്ളൂ. അത് ആഡ് ചെയ്തിട്ട് നമുക്ക് അപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം. പിന്നെ തിളക്കാനായിട്ട് അനുവദിക്കരുത്. ഞാനിപ്പോൾ ഓൾറെഡി ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ചട്ടിയുടെ ചൂട് കൊണ്ടാണ് ഈ കറി ഇപ്പോഴും തിളയ്ക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കാം. ഫുള്ളായിട്ട് അടച്ച് വെക്കേണ്ട. നെയ്യ് തിരിയാനായിട്ട് ഒരു 3/4 ഭാഗത്തോളം അടച്ച് വെച്ചാൽ മതി. എന്നിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ ഇതിങ്ങനെ ഇരുന്നിട്ട് വേണം നമുക്കിത് ഉപയോഗിക്കാനായിട്ട് എടുക്കാൻ. എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ രാത്രി വെക്കുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കറിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുതേ. Thank you.